ഇലന്തൂർ നരബലി കേസിലെ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ വിധി 25-ന്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമെന്ന് പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരാണ് വിടുതൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. YS അഭിനന്ദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, വിവരങ്ങൾ. പ്രവിത, എറണാകുളം സ്വദേശി മുഹമ്മദ് ഷാഫി, ഇലന്തൂർ സ്വദേശികളായ ഭഗവത് സിംഗ്, ലൈല എന്നിവരായിരുന്നു ഇലന്തൂർ നരബലി കേസിലെ പ്രതികൾ. ഈ പ്രതികളാണ് ഇപ്പോൾ വിടുതൽ ഹർജിയുമായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്ന് അവരെ കൊച്ചി പനമ്പള്ളി നഗറിലെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജയിലിൽ നിന്ന് നേരിട്ട് തന്നെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് BA ആളൂർ, പ്രതികളുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് BA ആളൂർ, ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ഈ ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി ഇന്ന് പനമ്പള്ളി നഗറിലെ കോടതിയിൽ എത്തിയിരുന്നു. ഇതിനകത്ത് ഇവർ പറയുന്നത് യാതൊരു തരത്തിലുള്ള തെളിവുകളും തങ്ങൾക്കെതിരെ ഇല്ല. കുറ്റം സമ്മതിച്ചത് പോലീസ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടും ബലം പ്രയോഗിച്ചതുകൊണ്ടുമാണെന്ന് പ്രതികൾ ഈ വിടുതൽ ഹർജിയിൽ വ്യക്തമാക്കുന്നു. പക്ഷേ ഇത് അസാമാന്യമായ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടില്ല. ഇത് തീർത്തും അത്യപൂർവമായ ഒരു സംഭവം എന്ന് തന്നെയാണ് ഇതിനെ കോടതി വിലയിരുത്തുന്നതിന്. അതിന്റെ ഭാഗമായിട്ട് പ്രതികൾക്കെതിരെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമുണ്ടെന്ന് പ്രോസിക്യൂഷനും പറഞ്ഞു. എന്തായാലും ഇവർ സമർപ്പിച്ച വിടുതൽ ഹർജിയിലെ വിധി ഈ മാസം 25-ാം തീയതി ആയിരിക്കും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുക. പക്ഷേ ഇവർ യാതൊരു തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നില്ല എന്നിപ്പോൾ ആവർത്തിച്ച് പറയുകയും പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകളുണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിധി എന്നുള്ളതാണ്. കവിത, അതെ, സംസ്ഥാനത്ത് അപൂർവങ്ങളിൽ അപൂർവമായി ഉണ്ടായ ഒരു കേസാണ്. പക്ഷെ പലരും ആ വാർത്ത തന്നെ മറന്നു തുടങ്ങിയ ഒരു ചർച്ചയായ കേസാണ്. രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസാണ്. നരബലിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്ക് ഓർമ്മ വന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല, അന്നത്തെ ഒരു കൗതുകകരമായ കാര്യമേ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തൊട്ട് ഈ ഡാർക്ക് ടൂറിസം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പിറ്റേ ദിവസം തൊട്ട് പല ഭാഗത്തു നിന്ന് ആൾക്കാർ എവിടേക്ക് വരുന്നു, അവിടെ ഇവർക്ക് നാരങ്ങാവെള്ളവും ഒക്കെ കൊടുക്കാനായിട്ട് തട്ടുകടകൾ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാനാവാത്ത പലതും സംഭവിച്ച ഒരു കേസാണ് കൂടിയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു വലിയ പ്രാധാന്യവും ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല, അല്ലേ?